പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജൂലൈ 29 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച മുതൽ ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. നമ്മൾ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തിന് വേണ്ട ഡെയിലി ബ്രെഡാണല്ല ഇത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ, അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം. അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാണ്ട സമയമായിരിക്കും. നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താവിൻ്റെ ദിവസം സമർപ്പിക്കുന്നു എന്ന് പറയും.
അതുപോലെ നിങ്ങളുടെ യാത്ര, വിദേശ യാത്രയ്ക്കൊക്കെ പോകണവരില്ലേ, അവിടെ ടിക്കറ്റുകൾ എടുക്കണം. ടിക്കറ്റുകൾ, പാസ്പോർട്ട്, രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത്. അപ്പോൾ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം. ആശുപത്രിയിൽ പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ, ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസിൻ്റെ പേപ്പർ, മരുന്ന് എഴുതി പ്രിസ്ക്രിപ്ഷൻ പേപ്പർ, ആ വിഷയങ്ങൾ രാവിലെ എടുക്കണം. ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ, ഇത് ഉടമ്പടി പ്രാർത്ഥനയുടെ തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളെപ്പോലെ ദൈവത്തിൻ്റെതുമാക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ രേഖാപ്രാർത്ഥനയൊക്കെ ഉള്ളത്, ആ വിഷയം. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടാനാണ് പോയിടന്ന് വിചാരിച്ചു. അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയി നിന്നാണ് കൂരേണ്ടത്. അടുക്കള കെട്ടുന്നവരും എസ്റ്റേഷൻ എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമമായിട്ട് ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ്? ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ചില പലചരക്കട ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ, കച്ചവട പീടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയി നിന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന. അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ, ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ലേ, അപ്പോൾ കേസ് നടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി, എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം. സ്ഥലം അളക്കുക, സ്ഥലം കൊടുക്കുക എന്നുള്ളത് എന്തെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ. അതിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പർ, പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം, ഫയലുണ്ടാകണം. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും. ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും. അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്നൊരു മുട്ടയെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം. ആദ്യത്തെ ഭാഗം അച്ഛൻ കുരിശെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതായത് അപ്ഡേഷൻസാണ് വന്നിരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ തിരുസേനയെ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവർ, ഇൻ്റർവ്യൂവിന് പോകുന്നവർ, വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായിലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാഹകയായി നിന്നവളെ, മക്കൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത്. ആദ്യമേ അമ്മയെ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആശ്വദിക്കുക, ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ സമയ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട്, വാങ്ങാൻ പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുത്തവരുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ട് അതിൻ്റെ തീർവ് നടക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാരച്ചീട്ടിനെയും അങ്ങയുടെ തിരുസനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കീടങ്ങൾക്ക് കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ,
അതുപോലെ തന്നെ പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും, അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ, വലയുടെ കേടുപാടുകൾ, സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക, സ്ഥിരമായി വലക്ക് കേടുപാട് വരിക, അങ്ങനെയുള്ള മേഖലകളിലുള്ള വസ്തുവകൾ, ഇംപ്യൂട്ട്സിനെ, ഉരുപ്പടികളെ, മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പോകുന്നവരുടെ ചീട്ടുകളും, അതുപോലെ തന്നെ എക്സ്റേ കോപ്പികളും, സ്കാനിങ് റിപ്പോർട്ടുകളും, അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാർഡുകളും അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, നിൻ്റെ തിരുമുറുവാൻ വരദകരം മക്കളുടെ മേലെ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം. വിദേശ യാത്ര ചെയ്യുന്നവരെ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവരെ, അവരുടെ പാസ്പോർട്ടുകൾ, വിസ, അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഈശോ നിങ്ങളുടെ അകത്ത് നിൻ്റെ തിരുവാർന്ന് വരദകരം, ആണിപ്പെടുന്ന അത്ഭുതകരം കർത്താവെ ഈ മക്കളുടെ ശിരസിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പണ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലനിൽക്കുന്ന തടസ്സങ്ങളെ, ദോഷങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാസ്ഥാനത്താരും ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാലും അൽത്താരിൽ നടന്ന 16 ആരാധനയുടെ ദൈവികമായ ശക്തിയാൽ ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ മേലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും, മറവി തടസ്സങ്ങൾ വരെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുകയും ഇതിലെ ശുഭദീർഘമായ പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥനെ രേഖകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവെ, കണ്ണുനീരുടെ വിതയ്ക്കൊന്നും അവർ ജയഘോഷത്തോടെ കൊയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. കർത്താവെ, കണ്ണുനീരുടെ പോകുന്നവർ, ആശങ്കയോടെ പോകുന്നവർ ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുവിയെ പരിശുദ്ധാത്മാവിനെ, ദ ജോയ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നു. കർത്താവ്, വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട്, വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട്, അവരുടെ താക്കോലുകൾ, അവരുടെ ലൈസൻസ് അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുന്ന വിളിച്ചത് കർത്താവ്, ആ ദൂതനെ അയച്ചു തരികയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നീ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവമെന്ന് കർത്താവ് യാക്കോബിൻ്റെ പ്രാർത്ഥന പോലെ ഈ വഴി യാത്രയിൽ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധ ദൈവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ വലത്തും ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെ, മുമ്പിനും പുറകിലും വരുന്ന മറ്റു വാഹനങ്ങൾ, അഭിചാരം ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. Lord Jesus Christ, the fire finger, soak with the precious blood, Lord, infuse your spirit of power and grace. ഞാനിപ്പോഴും ഓർക്കവേ, ദാവീദ് എങ്ങനെ ദാവീദായെന്ന് നമ്മൾ വെച്ചാൽ ഒരു ബെർത്തിബോസ് എന്ന് പറഞ്ഞൊരു അന്തരില്ല മർക്കോസിൻ്റെ 10-ാം അധ്യായത്തിൽ. ആ കക്ഷി ജന്മനാ അന്തരാണെന്ന് തോന്നുന്നു. അയാളവിടെ വഴിയരിയിരുന്ന് യാചിക്കണ സമയത്ത് വഴിയിൽ കിടന്ന ഉണക്ക ഇല പുറത്തുകൂടി മഴ പെയ്യണ പോലെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇയാൾ കാതുകൊണ്ട് ഈ സാധനം പിടിച്ചെടുക്കും. അപ്പോഴേ ആൾക്കാർ ചോദിക്കും, അയാൾക്കോട് ചോദിക്കും, ആരാണ് ആ പോകുന്നതെന്ന് ഇയാൾ ഇങ്ങനെ കണ്ണ് കാണാൻ പോലെ തപ്പി ചോദിക്കും. പറയും, ദാറ്റ് ഈസ് ജീസസ്, അത് കർത്താവാണ്, ഈശോ ആണെന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യൻ ചങ്കലച്ചുകൊണ്ടൊരു വിളിക്കും, ഈശോ ദാവീദിൻ്റെ പുത്രാ എന്ന് വിളിക്കും. ഇത് വിളിച്ചോട് കൂടിയുണ്ട് ഇങ്ങനെ എയർ ബ്രേക്ക് ഇട്ട പോലെ ഈശോ അങ്ങോട്ട് നിൽക്കും. എന്താ കാര്യം? ദാവീദെന്ന് കേൾക്കുമ്പോൾ ദൈവം നിൽക്കും. അത് ഭയങ്കര നിരതദ്രവ്യമുള്ള ഒരു പേരാണ്. ദാവീദ് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ജീവിതം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ദാവീദിനോട് ഭയങ്കര ഇഷ്ടം എന്താണെന്നറിയാമോ? അയാൾ നമ്മളും ബൈബിളൊക്കെ തർജ്ജമ ചെയ്ത് ഭയങ്കര സുഖിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്താണ്? അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയെ. ദാവീദ് സങ്കടപ്പെടുമ്പോൾ എന്താ പറയണത്? പിടിക്കപ്പെട്ടു, അവൻ്റെ പാപം തെറ്റാണെന്ന്, ആ പാപത്തിൽ അവനെ വീണിപ്പോയെന്ന് പറയുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ നിന്ന് വാൾ ഇനി നീങ്ങത്തില്ലെന്നൊക്കെ നാദാമെന്ന് പറയുമ്പോൾ ദാവീദ് പറഞ്ഞു, വാൾ നീങ്ങുകയോ പീരങ്കി കൊണ്ട് പിടിവെക്കുകയോ എന്തെങ്കിലും ചെയ്യും, എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നെ ഇട്ടും പോകരുത്. ഇത് മനോഹരമാണെന്നറിയാവോ?
നിന്റെ വീട്ടിൽ നിന്ന് വാള് നീങ്ങിപ്പോകത്തില്ലെന്ന് പറഞ്ഞാൽ ശപിക്കുകയാണ്. ഇപ്പം ദാവീദ് ദാവീദൊന്നും പ്രശ്നമല്ല, ഇത്ര വാള് കണ്ട മനുഷ്യനാണ്. പറയും വാള് നീങ്ങിപ്പോകാതിരിക്കുകയോ പീരങ്കി കൊണ്ട് പിടിവെക്കുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എന്നെ ഇട്ടേച്ചും പോകരുത്. അത് ഭയങ്കര അർത്ഥമാണ്. എൻ്റെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നറിയാമോ? എന്നെ ഇട്ടേച്ചും പോകരുതെന്നാണ്. അതായത് ഈ ഇൻറ്റിമസി വല്ലാതെ ദൈവത്തിൻ്റെ അനുഭവിച്ചൊരു മനുഷ്യനാണ്. എൻ്റെ ദൈവവേദന എന്ത് സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് ഒറ്റ പ്രാർത്ഥനയോട് ദാവീദിനെ പോലെ എന്നെ ഇട്ടേച്ചും പോകരുത്. ദൈവം ആ പ്രാർത്ഥന കേട്ടു, ഞാൻ നിന്നെ ഇട്ട് പോകത്തില്ലെന്ന്. അബ്സലോം തള്ളിക്കളഞ്ഞപ്പോഴും അഹ്തോബേല് ഒറ്റിക്കൊടുത്തപ്പോഴും കർത്താവ് ദാവീദിനെ കൂടെ നിന്നു. ദാവീദിനെ ഇട്ടിട്ട് കളഞ്ഞില്ല, കർത്താവ് കൂടെ നിന്നു. ഒലിവുമല ഇറങ്ങി വരുമ്പോൾ പരവേശം കൊണ്ട് അണ്ണാക്കം തള്ളി വരുമ്പോൾ സീബ ഒരു കൊട്ട അപ്പമായിട്ട് നിൽക്കണ മനോഹരമായ കാഴ്ചയുണ്ട്. സീബ, നീ എവിടെ പോകണം? ഞാൻ ആ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ എന്നെ ഉപേക്ഷിച്ചു, രാജധാനി പിടിച്ചെടുത്തു, ജനങ്ങളും പട്ടാളക്കാരും പോയി. നീ എന്ത് എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും, നീ എന്തിനു വന്നു? അപ്പം അങ്ങയ്ക്ക് വിശക്കുമെന്ന് എനിക്ക് തോന്നി. 2 സാമുവേൽ 16 എടുത്തേ. 2 സാമുവേൽ 16 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ദാവീദ് മലമുകൾ കടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ മെഫിബോഷത്തിന്റെ ദാസനായ സീബയെ കണ്ടുമുട്ടി. അവന്റെ അടുക്കൽ 2 കഴുതകൾ ഉണ്ടായിരുന്നു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കമുന്തിരിക്കുലയും 100 കുല വേനൽക്കാല ഫലങ്ങളും ഒരു തോൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു. രാജാവ് സീബയോട് ചോദിച്ചു, ഇവയെല്ലാം നീ എന്ത് ചെയ്യാൻ പോകുന്നു? കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും. ഈ മനുഷ്യനെ കണ്ടില്ലേ? സീബ, ദൈവത്തിന്റെ സൗന്ദര്യം, ദൈവത്തിന്റെ കൂട്ട്. സീബയുടെ വേഷത്തിൽ ദാവീദിന്റെ അറ്റ കൈക്ക് സഹായിക്കുക. അതാണ് ഈ ദാവീദും ദൈവവും തമ്മിലുള്ള സ്നേഹമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് മോസസ് ചില സമയത്തൊക്കെ ഈ മോസസാണ് ദൈവത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലേ വൈകാരികമായ നിലപാടുകളിലൊക്കെ ദാവീദ് ചില സമയത്ത് ലീഡ് ചെയ്ത് നിൽക്കണ കാണാം. ഇപ്പോൾ സീബയെ കൊണ്ടുവന്ന കണ്ട, സീബയെ ദൈവം കൊണ്ടുവന്നാണേ. പറ. കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും. നടന്ന് തളർന്നപ്പോഴേ കഴുതേ കയറിയിരിക്കുക. അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും. എല്ലാരെയും കൂടി കടത്തിക്കൂടി വന്നിരിക്കുകയാണ്. ദാസന്മാർക്ക് തിന്നാനും. വീഞ്ഞ് മരുഭൂമിയിൽ വെച്ച് തളരുമ്പോൾ അവർക്ക് കുടിക്കാനും അത്രേ. എന്തോ ഒരു പരിഗണന എന്നറിയാം. അതായത് ദൈവം സീബാനെ വിട്ടിരിക്കുകയാണ് ഇത്രയും സന്നാഹങ്ങളോടുകൂടി. ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയൊരു മനുഷ്യനാണ് ദാവീദ്. എല്ലാത്തിനെയും ദാവീദ് അതിജീവിച്ചത് ദൈവസ്നേഹം കൊണ്ടാണ്. ദൈവത്തിലെ അതുപോലെ നീയും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെയും ദൈവസ്നേഹം കൊണ്ട് അതിജീവിക്കണം. പ്രൈസ് ദി ലോർഡ്.